സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം. നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൽബദേൽ ചർച്ചിൻ്റെ മലയാളം ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കർത്താവ് ഒരുമിച്ച് കൂടുവാൻ അവസരം തന്നു. എല്ലാത്തിനുമായി സ്തോത്രം. നമുക്കെല്ലാ സൺഡേയിലും നമ്മുടെ ആരാധന രാവിലെ 9:30 തൊട്ട് 11:30 വരെ നടക്കുന്നു. നിങ്ങൾക്ക് ആരാധിക്കാൻ നിങ്ങളെവിടെ മറ്റൊരുങ്ങും പോകാത്തവരാണെങ്കിൽ ദയവായിട്ട് ആരാധനയിലേക്ക് മലയാളം ചർച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓൺലൈനിൽ കൂടെ കാണുന്നവരെയൊക്കെ ഞങ്ങൾ കർത്താവിൽ വന്ദനം ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ആഴ്ച തൊട്ട് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പേ എവിടെ വരെയാ ചിന്തിച്ചതെന്നുള്ളത് തൊട്ട് നമുക്ക് മനസ്സിലാക്കി പോകാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നല്ലോ. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ അകത്തൂടെ നമ്മൾ ഇയ്യോബിൻ്റെ ലൈഫിൽ അക്യൂസർ വരെയായി. ഓക്കെ, അക്യൂസർ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞായിരുന്നോ? ഇത് കഴിഞ്ഞായിരുന്നോ? അഡ്വക്കേറ്റ് വരെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അഡ്വക്കേറ്റ് വരെ. ഓക്കെ, 3 സാത്താനെ വിളിക്കുന്നത് നമുക്കൊന്ന് ഓടിച്ചു ചിന്തിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതായിരിക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കൂടെ കേൾക്കുന്നത് നല്ലതായിരിക്കാം. പക്ഷെ നമുക്ക് ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ ഇന്ന് പുതിയതും കൂടെ നമുക്ക് കേൾക്കണം. നമ്മൾ ചിന്തിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ സ്വർഗീയ സുരക്ഷ. ദൈവത്തിൻ്റെ സുരക്ഷ ഇല്ലാതെ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനോ അനുഗ്രഹിക്കപ്പെടാനോ കഴിയുകയില്ല. എന്തുകൊണ്ടാണ്? ഇരുട്ട് നിറഞ്ഞ ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങളുടെ സമയമാകുമ്പോൾ, നിങ്ങളെന്നും അത് ഓർത്തോണം, അനുഗ്രഹങ്ങളുടെ സമയമാകുമ്പോഴേ ഇവൻ വരുന്നത് കേട്ടോ. ചിലപ്പോൾ എന്നും വരത്തില്ല. അനുഗ്രഹങ്ങളുടെ സമയമാകുമ്പോൾ, ഞാൻ ഈ വേർഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നന്മയുടെ സമയമാകുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് ചുറ്റും തീ മതിൽ കാവലുണ്ടെങ്കിൽ ശത്രുവിൻ്റെ യാതൊന്നും നിങ്ങളുടെ ലൈഫിൽ നടക്കത്തില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് അത് നിങ്ങൾക്കുള്ളതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം അത് പ്രയോജനമായിരിക്കും. നിങ്ങളുടെ വസ്തുവകകൾ അത് നിങ്ങൾക്ക് ഉപകാരമായി വരും. നിങ്ങൾക്ക് തന്നിട്ടുള്ള കഴിവുകൾ ശത്രു കൊണ്ടുപോകത്തില്ല, അതിനെ കെടുത്തിക്കളയത്തില്ല. നിങ്ങളത് പ്രയോജനപ്പെടും. ഓരോ ദിവസവും നിങ്ങൾക്ക് തന്ന കഴിവുകൾ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നോക്കണം. ചിലരുടെ എത്രയോ കഴിവുകൾ ഉള്ളവരെ പിശാച് മൂടിക്കെട്ടി വെച്ചു. ഡിപ്രഷനായിട്ട്, പലതരത്തിലുള്ള പ്രശ്നമായിട്ട് അടച്ചു കളഞ്ഞു. എന്തെങ്കിലും കാരണം മതി, ആശയങ്ങൾ മതി. കഴിവുണ്ട് പക്ഷെ മുറിക്കാതിരിപ്പ. കഴിവുണ്ട് പക്ഷെ ഞാൻ തീരുമാനിച്ചു ഞാൻ പാട്ട് പാടത്തില്ല. ചിലർ വാശി അങ്ങനെ, ഭയങ്കര കഴിവാണ്, ഗിറ്റാർ വായിക്കും, പാട്ട് പാടും, പക്ഷേ ഉള്ളിനകത്ത് തെറ്റായ ചിന്തകളാണ്. അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല. ദൈവത്തിന് വേണ്ടി നീ പാട്ട് പാടിയാൽ പാസ്റ്ററല്ല നിനക്ക് പ്രതിഫലം തരുന്നത്. നീ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മനുഷ്യൻ നിന്നെ മറക്കും, പക്ഷെ ദൈവം നിന്നെ മറക്കത്തില്ല. എന്നും ഓർത്തോണം. അക്യൂസറിനെ കുറിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ കാവൽ നമുക്ക് വേണം. നമ്മൾ അക്യൂസറിലേക്ക് പോവുക. ഇയ്യോബിന് നേരെ അപവാദം പറയുന്ന ഒരു സാത്താനെ കണ്ടായിരുന്നോ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ കണ്ടായിരുന്നോ? 2 യോശുവയുടെ പുസ്തകത്തിൽ യോശുവ എന്ന മഹാപുരോഹിതനെതിരെ അപവാദം പറയുന്നത് കണ്ടായിരുന്നു. 3 യേശുവിൻ്റെ ശിഷ്യന്മാർക്കെതിരെ അപവാദം പറയുന്ന ഒരു അപവാദിയെ കണ്ടായിരുന്നോ? പാറ്റിക്കളയാൻ അനുവാദം ചോദിച്ചത്. യേശുവിൻ്റെ ശിഷ്യന്മാരെ പാറ്റിക്കളയാൻ അനുവാദം ചോദിച്ചെങ്കിൽ നമ്മളെയോ? ഇനി അടുത്തത്, യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ യേശു കർത്താവ് എന്തോ പഠിപ്പിച്ചേ? കർത്താവേ, ദുഷ്ടങ്കലിൽ ഞങ്ങളെ, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തല്ലേ, ദുഷ്ടങ്കലിൽ ഞങ്ങളെ വിടുവിക്കണമേ. അടുത്തത് 1 പത്രോസ് 5:8 നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അടുത്തത് വെളിപ്പാട് പുസ്തകം, അവിടെ ചിന്തിച്ചായിരുന്നല്ലോ. നമ്മുടെ സഹോദരന്മാരെ, വാക്യം അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞ്, രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ, മഹാസർപ്പത്തെ സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവനെയും അവന്റെ ദൂതന്മാരെ, അവിടെ എഴുതിയേക്കുന്ന വേർഡ് എന്തുവാ? നമ്മുടെ സഹോദരന്മാരെ. രാപ്പകൽ അപവാദം പറയുന്ന, എവിടെ പോയി അവൻ അപവാദം പറയുന്നേ? പറഞ്ഞേ, സ്വർഗത്തിൽ എന്ന് പറയുന്നതിന്റെ വേർഡ് എന്തുവാ? കോടതി. കേട്ടോ, കോടതിയിൽ അവൻ പോയി അപവാദം പറയുന്നത്. പക്ഷേ കോടതി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ആരുണ്ട്? ദൈവത്തിൻ്റെ ഈ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് നേരെ അപവാദം പറയാൻ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി മറ്റൊരാൾ മധ്യസ്ഥൻ, അഡ്വക്കേറ്റ് എന്ന് അവിടെ അവൾ എഴുതിയേക്കുന്നത്.
നമുക്ക് വേണ്ടി ഒരു അഡ്വക്കറ്റ് അവിടെ ഉണ്ട്. ആരാ അഡ്വക്കറ്റ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ കരങ്ങളെ ഉയർത്തി ആ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഓ, നമുക്ക് വേണ്ടി ഒരു അഡ്വക്കറ്റ് ഉണ്ട്. ഇത്രയും പോർഷൻ നമ്മൾ ചിന്തിച്ചില്ലേ? ഇനി അടുത്തത് ഇവിടെ നിന്നുകൊണ്ട് മാറി നമ്മൾ ഇവിടോട്ട് വരിക. ശ്രദ്ധിച്ച്, ഇത് ഭയങ്കര സ്പിരിച്വൽ ഇൻസൈറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര സ്പിരിച്വൽ ഇൻസൈറ്റാണ്. ഒത്തിരി വ്യക്തികളുടെ അറിവില്ലായ്മ പിശാച് ഉപയോഗിച്ചു. അറിവില്ലായ്മ ഇരുട്ടാണ് കേട്ടോ. അറിവില്ലായ്മ എന്തുവാ? ഇരുട്ടാണ്. അജ്ഞത ഇരുട്ടാണ്. അതുപോലെ അല്പജ്ഞാനം അപകടകരമെന്നാണ്. അല്പം അറിയാം, അത് അപകടകരമോ. ദൈവവചനം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരണം. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നാൽ അതിനകത്ത് ജീവനുണ്ട്, അതിനകത്ത് ബലമുണ്ട്, അതിനകത്ത് ഉയർച്ചയുണ്ട്, അതിനകത്ത് അനുഗ്രഹമുണ്ട്. വചനത്തിൻ്റെ അകത്ത് അനുഗ്രഹമുണ്ടെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വചനത്തിനകത്ത് എന്തോ ഉണ്ട്? അയ്യോ, ഒന്ന് പറഞ്ഞേ നിങ്ങൾ ദൈവമക്കളെ. അനുഗ്രഹം ഒരു അനുഗ്രഹത്തോടെ ആരോഗ്യത്തോടെ പറഞ്ഞേ. വചനത്തിനകത്ത് എന്തോ ഉണ്ട്? അനുഗ്രഹമുണ്ട്. വചനം ഭയങ്കര നന്മയാ. നിങ്ങളത് മറക്കല്ലേ. വചനം ഭയങ്കര നന്മയാ കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കർത്താവിനെ കൊടുക്കണം. അവൻ്റെ വചനം കൊടുക്കണം. ഭയങ്കര ജ്ഞാനമായി തീരും. ഭയങ്കര ജ്ഞാനമാണ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ, ഓരോ വ്യക്തികളുടെ ലൈഫിൽ ബൈബിള് പഠിപ്പിക്കുന്നു 3 ടൈപ്പ് ടെസ്റ്റുകളുണ്ട്, പരീക്ഷകളുണ്ട്. എത്ര പരീക്ഷകളുണ്ട്? 3 ടൈപ്പ്. നമ്മൾ 3 ടൈപ്പ് പരീക്ഷകളെ കുറിച്ച് കാണാൻ പോവാം. ഈ പരീക്ഷയിൽ ഏത് പരീക്ഷയിലാണ് നമ്മൾ ഉള്ളതെന്ന് അറിഞ്ഞാലേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു തമാശ ഉണ്ട്. ഞാനത് പലയിടത്തും പറയുന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അത് ഓർമ്മ വരിക. നാട്ടിൽ നടന്ന ഒരു സംഭവം, നടന്ന കാര്യമാണ്. ഈ ഒരു ദിവസം ഞങ്ങൾ ഈ കോളേജിൽ പിള്ളേരെല്ലാം കൂടെ പോകുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ കോളേജ് ബസ്സിന് നാട്ടിൽ നിന്ന് കയറും. കോളേജ് ബസ്സിന് ഇടിച്ചു തള്ളി കോളേജ് ബസ്സിന് പോകുന്ന സമയത്ത് എക്സാം വരുന്ന സമയത്താകുമ്പോഴത്തേന് പാൻറ് ഇടുന്ന പിള്ളേരെല്ലാം മുണ്ടുകൊടുക്കും. എന്തിനാണെന്നറിയാം? കോപ്പി അടിക്കാൻ. പാൻറ് ഇടുന്നവരെല്ലാം മുണ്ടെടുത്തോണ്ടാണ് വരുന്നത്. കാരണം മുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കോപ്പി അടിക്കാം. അതിനെല്ലാവരും മുണ്ടെടുത്തോണ്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ചെറുക്കൻ യാദർച്ഛികാൽ അവൻ മുണ്ടൊക്കെ വലിച്ചു കെട്ടി ഉടുത്തോണ്ട് വരുന്നു. അപ്പോൾ അവനറിയുമ്പോൾ എന്തോ എക്സാം ഉണ്ടെന്നറിയാം. അവന് വന്നു. അപ്പോൾ അവൻ്റെ ക്ലാസ്സിലുള്ള ഈ അന്നത്തെ സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. ഇപ്പം ഇന്നായിരുന്നു +2 ആയ. പ്രീ ഡിഗ്രിക്കാണെങ്കിൽ ഓരോ ഗ്രൂപ്പുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 4 ഗ്രൂപ്പുണ്ട്. ഇതിനകത്ത് ഇവൻ്റെ ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഒരാളെ ഇവൻ കണ്ടു. ബസ്സിൽ കയറിയപ്പം കണ്ടു. ബസ്സിൽ കയറിയവൻ ബസ്സിൽ എല്ലാം കോപ്പി എല്ലാം എവിടെയൊക്കെയോ വെച്ച് കെട്ടി പാക്ക് ചെയ്ത് ഒട്ടിച്ച് റെഡിയായി എഴുതി എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് വരിക. കയറി കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ കണ്ടു. കൂട്ടുകാരൻ വെച്ചാൽ നീ എല്ലാം റെഡിയാ, പഠിച്ചോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്കും കൂടെ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും കൂടെ കൂട്ടുകാരുടെ സംസാരിക്കുക. എന്നിട്ട് ചോദിച്ചു, എടാ നീ പറയുന്ന വിഷയവും ഇന്നത്തെ വിഷയം വേറെയാണല്ലോ. ഓൾ ടിക്കറ്റിനകത്തും ഇതിനകത്ത് കിടക്കുന്നത്. അവർ ഇന്നെന്തോ വിഷയം? ഇന്ന് കെമിസ്ട്രിയാ. അയ്യോ, ഞാൻ ഇന്ന് കോപ്പി എടുത്ത മൊത്തം മാത്സിൻ്റെയാണ്. വിഷയം എന്തുവാ? കെമിസ്ട്രി. കോപ്പി എടുത്ത എന്തിൻ്റെയാ? മാത്സിൻ്റെ. വേറെ സബ്ജക്ട്. പുള്ളി മൊത്തം വെച്ച് കെട്ടിക്കൊണ്ട് വന്നത്. ഏതാ പരീക്ഷ എന്നറിയത്തില്ലെങ്കിൽ നമ്മൾ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താ പരീക്ഷ എന്നറിയണം. 3 ടൈപ്പ് പരീക്ഷയുണ്ട്. 3 ടൈപ്പ് പരീക്ഷ. ഇതേ കണ്ടോ? ഒന്നാമത്തെ പരീക്ഷ നിങ്ങളിത് എഴുതിയെടുത്തു. നിങ്ങൾക്കിത് ഭയങ്കര അനുഗ്രഹമാണ്. ഈ ചില വിഷയങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഇന്നായിരിക്കത്തില്ല, നിങ്ങൾക്ക് നാളുകളിലാണ് ഇതിൻ്റെ ഈ വിസ്റ്റം കിട്ടുന്നത്, ഈ അറിവ് കിട്ടുന്നത്. ഒന്നാമത്തെ പരീക്ഷ ദൈവത്തിൻ്റെ പരീക്ഷ. ടെസ്റ്റ് ഓഫ് ഗോഡ്. ദൈവം പരീക്ഷിക്കും. ദൈവം പരീക്ഷിക്കുമോ? പറഞ്ഞാട്ടെ, ബൈബിൾ ഏതെങ്കിലും വാക്യം ഉണ്ടെങ്കിൽ. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ലെന്ന് ബൈബിളിൽ വാക്യമില്ലേ? ഉണ്ടോ? ഉണ്ട്. നമ്മൾ ആ ഒരു വാക്യം എന്തുവാന്ന് അർത്ഥം മനസ്സിലാക്കാതെ പലപ്പോഴും സംസാരിക്കുന്നത്. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ദൈവം പരീക്ഷിക്കത്തില്ല. ഇത് മനസ്സിലാക്കാതെ, എന്താണ് ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കാതെ നമ്മൾ പരീക്ഷ വരുമ്പം ഈ വാക്യം നമ്മുടെ ഉള്ളിൽ പിശാച് ഓർമ്മ തരും. എന്നിട്ട് ഓർമ്മ വന്നിട്ട് നമ്മളെ അതിനകത്ത് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും. ഒന്നാമത്തെ പരീക്ഷ ദൈവത്തിൻ്റെ പരീക്ഷയെക്കുറിച്ച് ദൈവവചനത്തിൽ കിടക്കുക. ഇനി ആദ്യമേ ഞാൻ പറയാം, എന്തിനാ ദൈവം പരീക്ഷിക്കുന്നതെന്ന് പറയാം.
കേട്ടോ, നിങ്ങൾ എഴുതി വെച്ചു. ദൈവം പരീക്ഷിക്കുന്നത് പ്രമോഷന് വേണ്ടിയാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. 2, അല്ലെങ്കിൽ ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യാൻ, എത്രയുണ്ടെന്ന് ശോധന ചെയ്യാൻ. എന്തിനാ ദൈവം പരീക്ഷിക്കുന്നത്? എല്ലാ സ്റ്റുഡൻസും പറഞ്ഞേ, നിങ്ങൾ ഈ എക്സാം ഉള്ളതുപോലെ പേടിച്ചിരിക്കാതെ. എന്തിനാ ദൈവം പരീക്ഷിക്കുന്നത്? സിസ്റ്റർ കാണാമോ? എന്തിനാ പരീക്ഷിക്കുന്നത്? ഒന്ന്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ടെസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്, അത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഉണ്ട്. 2, എന്തിനാ ദൈവം പരീക്ഷിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലുള്ള ഫെയ്ത്തിനെ പറഞ്ഞോ ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യാൻ ദൈവം പരീക്ഷിക്കും. 1, പ്രൊമോഷന് വേണ്ടി. 2, നിങ്ങളുടെ ഉള്ളിലുള്ള ഫെയ്ത്ത്, വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അതിനകത്ത് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരീക്ഷയ്ക്കകത്തൂടെ പോകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കൂടുതൽ ഒരുക്കപ്പെടുകയും ചെയ്യാം. കേട്ടോ, ദൈവം കൂടുതൽ ഒരുക്കപ്പെടുകയും. ദൈവം പരീക്ഷിക്കുന്നത് എങ്ങനെയാ? എവിടെ വെച്ചാ പരീക്ഷ? എക്സാം ഹോളിൽ പേപ്പർ തന്ന് ബെഞ്ചിൽ ഇരുത്തിയാണോ എക്സാം എഴുതിക്കുന്ന ദൈവത്തിൻ്റെ പരീക്ഷ? എവിടെ വെച്ചാ പരീക്ഷ? പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതാ. പരീക്ഷകൾ എവിടെ വെച്ചാ? ദൈവത്തിൻ്റെ ടെസ്റ്റുകളെല്ലാം എവിടെ വെച്ചാ? എക്സാം ഹോളിൽ വെച്ചോ പേപ്പർ തന്നോണ്ടാണോ അതോ വിൽഡർനെസ്സിലാണോ? വിൽഡർനെസ്, അല്ലെങ്കിൽ മരുഭൂമികളിലും വനാന്തരങ്ങളിലും കാടുകളിലും ദൈവത്തിൻ്റെ പരീക്ഷകൾ അവിടെയാണ്. കേട്ടോ, അപ്പൊ ദൈവം പരീക്ഷിക്കും. ദേണ്ട് വാക്യം കിടക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ഇസ്രായേൽ മക്കളെ ദൈവം പരീക്ഷിച്ചു. എല്ലാവരെയും പരീക്ഷിക്കും. ദൈവം പരീക്ഷിക്കും. വായിച്ചു, ഒന്നാമത്തെ വേർഡ് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 22:1. ഉൽപ്പത്തി പുസ്തകം 22:1 വായിച്ച്. ആ ആ ആ അതിനുശേഷം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, കേട്ടോ, ഇവിടെ ഈ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ സമയം പോകും. പരീക്ഷ കഴിഞ്ഞ ഉടനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന കാര്യമാണ്, അത് ചെയ്തു കഴിഞ്ഞവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. കേട്ടോ, ഐശ്വര്യമായി അനുഗ്രഹിക്കും. പരീക്ഷ എന്തിനാ അന്നേരം? നിങ്ങൾ തന്നെ പറഞ്ഞേ, നിങ്ങൾക്ക് പഠിക്കാൻ നല്ലതാ. എന്തിനാ പരീക്ഷ? നിങ്ങളുടെ പ്രൊമോഷന്, നിങ്ങളെ അനുഗ്രഹിക്കാൻ. ഇനി പുറപ്പാട് പുസ്തകം എല്ലായിടത്തും കിടപ്പുണ്ട്. കേട്ടോ, ദൈവം പരീക്ഷിക്കും. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുവാന്നുള്ളത് ദൈവം ശോധന ചെയ്യും സ്വപ്നങ്ങളിൽ കൂടെ. കേട്ടോ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് ദൈവം അന്തരംഗത്തെ ശോധന ചെയ്യും. കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണമാണ്, നടന്നു പോകുന്ന ഉദാഹരണം പറയാം. ചില വ്യക്തികൾക്ക് മദ്യത്തോട് താല്പര്യമാണ്, പണത്തോട് താല്പര്യമാണ്. അന്നേരമാണ് ഇവരുടെ ഉള്ളിൽ ദൈവം ഇങ്ങനെ സ്വപ്നത്തിൽ കാണുക, ഒരു മദ്യഷാപ്പിനടുക്കലോട്ട് പോകുന്നത്. അന്നേരം ഈ പുള്ളിയുടെ ഹൃദയത്തിൽ എന്തോ ഉള്ളേ, അൺകോൺഷ്യസ് മൈൻഡിൽ കിടന്ന്, അല്ലെങ്കിൽ ഉറങ്ങുമ്പം എന്നാ പിന്നെ ആരും കാണുന്നില്ല, കയറി ഇത് കുടിച്ചിട്ട് പോരാ. ദൈവ ശോധന ചെയ്യും. പണം വെച്ചേക്കും, ഗോൾഡ് വെച്ചേക്കും. പണത്തോട് ആർത്തിയുണ്ടെങ്കിൽ നമ്മൾ ആരും അറിയാതെ എടുത്ത് പോക്കറ്റിട്ടുണ്ടു, ആരും കണ്ടില്ലല്ലോ നോക്കും, അല്ലേ? ദൈവം ശോധന ചെയ്യുക. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, പക്ഷെ നിന്റെ അന്തരംഗത്തെ ദൈവം ശോധന ചെയ്യുക. ഡൽഹി നടന്നൊരു സംഭവമുണ്ട്. കാരണം നമുക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലുള്ള പ്രശ്നം. ഒരു ചെറുക്കൻ ബൈക്കും കൊണ്ട് അടിച്ചു വിട്ട് പോയി, സിഗ്നൽ റെഡായിരുന്നു, അവൻ ജമ്പ് ചെയ്തു, സിഗ്നൽ ക്രോസ് ചെയ്ത് പോയി. പോലീസ് അപ്പുറത്ത് ഉണ്ടായിരുന്നു. സിഗ്നൽ അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഞാൻ പോലീസ് അവനെ പിടിച്ചു ഇത് കീ എടുത്തു. ചോദിച്ചേട്ടാ നീ കണ്ടില്ലായിരുന്നെന്ന് ചോദിച്ചു. എന്താ പറഞ്ഞു, സാറേ ആ സിഗ്നൽ റെഡ് ആണെന്ന് ഞാൻ കണ്ടു, പിന്നെ എന്തിനാ നീ ചാടിയെന്ന് ചോദിച്ചു. പറഞ്ഞു, സാർ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. സിഗ്നൽ റെഡാന്ന് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ സാർ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. നമ്മളെ ഉള്ളിൽ ശോധന ചെയ്യും, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും. അവൻ അന്തരംഗത്തെ ശോധനയും ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ ടെസ്റ്റിൽ കൂടെ പോകുമ്പം നിങ്ങൾ ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. രണ്ട് കാര്യം ചോദിച്ചാൽ മതി. എന്തൊക്കെയാ? പ്രാർത്ഥിക്കുക, ദൈവത്തോട് ഗ്രേസ് ചോദിക്കുക, കൃപ ചോദിക്കുക. കേട്ടോ, ദൈവത്തിൻ്റെ ടെസ്റ്റിൽ കൂടെ പോകുമ്പോൾ, കർത്താവേ അങ്ങയുടെ ടെസ്റ്റിൽ കൂടെ പോകാൻ
ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു, എനിക്ക് കൃപ നൽകണേ, കൃപ നൽകണേ, കൃപ നൽകണേ, കേട്ടോ, കൃപ നൽകണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. കൃപ നൽകണേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ടെസ്റ്റിൽ കൂടെ പോകുമ്പോൾ എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം, കൃപയ്ക്കായി ചോദിക്കണം. ഈ ടെസ്റ്റിൽ കൂടെ പോകുമ്പം എന്തിനു വേണ്ടിയാണ് ദൈവം ശോധന ചെയ്യുന്നേ? പ്രമോഷനും പിന്നെന്തിനാ? നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന്. അത് നിങ്ങൾക്ക് നന്മയാണോ? പറഞ്ഞു. ടെസ്റ്റ് കഴിഞ്ഞെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ കയറാൻ പറ്റത്തുള്ളൂ. എന്നും 6ാം ക്ലാസ്സിലെ പരീക്ഷ മാത്രം വരുന്നെങ്കിൽ അതിനർത്ഥം എന്തുവാ? എല്ലാ വർഷവും 6ാം ക്ലാസ്സിലെ പരീക്ഷ മാത്രമാണ് വരുന്നെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഈ പുള്ളി 6ാം ക്ലാസ്സിൽ തോറ്റു കിടക്കുക. 6ാം ക്ലാസ്സിൽ ജയിച്ചായിരുന്നു എന്തോ 7ാം ക്ലാസ്സിലെ പരീക്ഷ വന്നേനെ. എന്നും 6ാം ക്ലാസ്സിലെ പരീക്ഷ മാത്രം വരുന്നെങ്കിൽ അതിനർത്ഥം എന്തുവാ? പറഞ്ഞു. പുള്ളി 6ാം ക്ലാസ്സിൽ തന്നെയാ തോറ്റു കിടക്കുക. പക്ഷെ നിങ്ങൾ പടി ഉയരണം. ഇനി എഴുതി വെച്ചു, ദൈവം ആരെയും എടുത്തുകൊണ്ട് പോകത്തില്ല. ദൈവം ടെസ്റ്റ് ചെയ്ത് മാത്രമേ പ്രൊമോഷൻ തരത്തുള്ളൂ. എന്തുവാ? ഇന്നത്തെ വചനം പഠിപ്പിക്കാത്ത നിമിത്തം ആൾക്കാർക്ക് കംഫർട്ടാണ് വേണ്ടിയേ. ഇനി എങ്ങനെ എനിക്ക് കംഫർട്ടാകാം? ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ചില ആൾക്കാർ ഓർക്കും, പിന്നെ ഞാൻ ചെല്ലുമ്പോഴേ ആൾക്കാർക്ക് പലർക്കും അറിയാം, തരുന്നിടത്ത് കിടക്കുക, തരുന്നത് കഴിക്കുക, എന്തോ ഉണ്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുക. അവർ തരുന്നതിൽ കൂടെ ബൈക്കിലായിരിക്കാം, ചിലപ്പം കിടക്കാൻ തരുന്നത് ഒരു പലകയായിരിക്കാം, ചിലപ്പം കഴിക്കാൻ തരുന്ന ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റാത്തതായിരിക്കാം. നമുക്ക് കഴിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന, പക്ഷെ കഴിച്ചേ പറ്റൂ. മലയാളി കുടുംബങ്ങളിൽ പോയാൽ നല്ല ഫുഡ് കിട്ടും. പക്ഷേ ട്രൈബൽസുകളുടെ വീട്ടിൽ പോയാലോ? ഇല്ല, എനിക്ക് അന്നേരം AC റൂം വേണം, എനിക്ക് AC കാറ് വേണം, എനിക്ക് ബൈക്ക് യാത്ര ചെയ്യത്തില്ല, ഞാൻ പാസ്റ്ററാ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന എന്നൊന്നും പറയാൻ പറ്റും. കർത്താവിൻ്റെ വേലയ്ക്ക് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തിരിക്കണം. ദൈവം ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എന്തോ ഉള്ളൂ? ഉയർച്ചയുള്ളൂ. നമ്മുടെ ലൈഫിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഉയർച്ചയ്ക്കാണ്. ടെസ്റ്റ് നിങ്ങളുടെ മനസ്സിലത് കിടക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ടി അവർ ചെയ്യുന്നില്ലല്ലോ. നോ, നിന്നെ കരുത്തുറ്റതാക്കാൻ വേണ്ടിയ ടെസ്റ്റ്. നിങ്ങളാ വേർഡ് കേട്ടോ? നിങ്ങളെ എന്തിനു വേണ്ടിയാ? കരുത്തുറ്റതാക്കാൻ വേണ്ടിയാ. ഞാൻ ഉദാഹരണം പറഞ്ഞു പോയ ഒത്തിരി സമയം പോകും. ഞാൻ സ്ഥലങ്ങളുടെ പേരുകളൊന്നും പറയുന്നില്ല, കാരണം യൂത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. ഇന്ന് വൈകിട്ട് ഞാൻ പാലക്കാട്ട് പോവാം, നാളെ പാലക്കാട്ട് മീറ്റിംഗാണ്. ഇങ്ങനെ യൗവനക്കാരുടെ കൂടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഈ വർഷം ഈ മാസം തൊട്ട് എൻ്റെ ഒരു പ്രൊജക്റ്റാണ്. എവറി മന്ത് ഒരു ഡിസ്ട്രിക്റ്റിൽ പോയിരുന്ന് ഞങ്ങൾ ടീമായിട്ട്, ലൈഫ് ടീമായിട്ട് ഒരുമിച്ച് കൂടി വരുന്ന പ്രാർത്ഥിക്കുക. തിരിച്ചു വരും. സൺഡേ ഇല്ല, സൺഡേ ഒഴിച്ചു ബാക്കി ഒരു ദിവസം പോയി മാസത്തിലൊരിക്കൽ ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ആ കേരള യാത്ര ചെയ്തതുപോലെ നിങ്ങൾ മനസ്സിലായി. ചില പിള്ളേരുണ്ട്, ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അവരെ പാമ്പർ ചെയ്ത് വളർത്തി. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ മറ്റു ചിലർക്ക് പ്രശ്നം വരുന്തോറും ഇവർക്ക് കൂടുതൽ ഇവരുടെ മേൽ ജ്ഞാനം വർദ്ധിക്കുക. എന്തുകൊണ്ടാണ്? ഇവരെ അനുഭവം ബുക്കിൽ നിന്നല്ല പഠിച്ചേ, ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഇവർ പഠിച്ചു. ഫെയിലിയർ വിൽ ടീച്ച് മെനി ലെസൺസ് എന്നാ, സക്സസ് വിൽ ബൂസ്റ്റ് അവർ ഈഗോ എന്നാ. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഫെയിലിയർ വിൽ ടീച്ച് മെനി ലെസൺസ്, ബട്ട് സക്സസ് വിൽ ബൂസ്റ്റ് അവർ ഈഗോ. തോറ്റവൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കാണും, അവൻ അനുഭവത്തിൽ ലൈഫിൽ വിജയിക്കുന്ന. മടങ്ങി വരാം. നോക്കിയേ, ദൈവത്തിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ, ഇത്രയും നിങ്ങൾ കേട്ടോ. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ഓഫ് സൈറ്റൻ. സാത്താൻ ടെസ്റ്റ് ചെയ്യും, പരീക്ഷിക്കും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തല്ലേ. ആരുടെ പരീക്ഷയിൽ? സാത്താന്റെ പരീക്ഷയിൽ. സാത്താൻ എന്തിനാ പരീക്ഷിക്കുന്നത്? ടു ഡിസ്ട്രോയ്, നിന്നെ തകർത്ത് കളയാൻ, നിന്നെ ഡൈവേർട്ട് ചെയ്യാൻ, ഡീവിയേറ്റ് ചെയ്യാൻ, ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയാൻ, നിന്റെ ഫെയ്ത്തിനെയും നിനക്കുള്ളതിനെയും എല്ലാം തകർത്ത് കളയാൻ. സാത്താന്റെ പരീക്ഷയിൽ കൂടെ നിങ്ങൾ പോകേണ്ടി ഇല്ല.
പോകേണ്ട ആവശ്യമില്ല. കേട്ടോ, സാത്താൻ്റെ പരീക്ഷയിൽ കൂടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ദൈവത്തിൻ്റെ പരീക്ഷയാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എന്തൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ പരീക്ഷ മാറത്തുമില്ല. യു മസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ടെസ്റ്റ്. ദൈവത്തിൻ്റെ പരീക്ഷയ്ക്കകത്തൂടെ നിങ്ങൾ പോയേ പറ്റൂ. പക്ഷെ സാത്താൻ്റെ പരീക്ഷയ്ക്കകത്തൂടെ നമ്മൾ പോകേണ്ട ആവശ്യം ഇല്ല. കാരണം യേശു കർത്താവ് പഠിപ്പിച്ചു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്കകത്ത് പോകേണ്ട ആവശ്യമില്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തല്ലേ എന്ന് കർത്താവ്. സാത്താൻ്റെ പരീക്ഷയിൽ കൂടെ പോയിട്ടല്ല ദൈവം നിന്നെ ഉയർത്തുന്നത്. കേൾക്കുന്നുണ്ടോ? സാത്താൻ്റെ പരീക്ഷയിൽ കൂടെ വിട്ടല്ല ദൈവം നിന്നെ ഉയർത്തുന്നത്. ദൈവത്തിൻ്റെ ടെസ്റ്റിൽ കൂടെ വിട്ടാ ദൈവം നിന്നെ ഉയർത്തുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? സാത്താൻ്റെ പരീക്ഷ കൂടെ പോകേണ്ട ആവശ്യമില്ല. സഭയെ വരെ പരീക്ഷിക്കുന്നവനാ അല്ലേ? സ്മിർന സഭയെ വരെ പരീക്ഷിക്കുന്നവനാ. ഈ വാക്യങ്ങൾ കാണാം. കർത്താവേ, സാത്താൻ്റെ പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുത്. രണ്ടാമത് ആര് ടെസ്റ്റ് ചെയ്യും? ഒന്നാമത്തെ ടെസ്റ്റ് ആരുടെയാ? ദൈവത്തിന്. രണ്ടാമത്തെ ടെസ്റ്റ് ആരുടെയാ? സാത്താൻ്റെ. ഒന്നാമത്തെ ടെസ്റ്റിനകത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ദൈവത്തോട് കൃപയെ ചോദിക്കണം. രണ്ടാമത്തെ ടെസ്റ്റിനകത്തൂടെ പോകേണ്ട കാര്യമില്ല. പ്രാർത്ഥനയിൽ, വചനത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. പ്രാർത്ഥനയിൽ, വചനത്തിൽ അവനെ ക്യാൻസൽ ചെയ്യണം. സാത്താൻ പരീക്ഷയുമായി വന്നപ്പോൾ യേശു എങ്ങനെ ജയിച്ചേ? വചനത്താൽ. കേട്ടോ, വചനത്താൽ. സാത്താന്റെ ടെസ്റ്റിനകത്തൂടെ നമ്മൾ കടന്നു പോകേണ്ടിയില്ല. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ. പക്ഷെ യേശു കർത്താവിനെ പരീക്ഷിക്കാൻ വന്നില്ലേ? അത് ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തി. ദൈവഹിതപ്രകാരമുള്ള പരീക്ഷയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? യേശു കടന്നുപോയത് ദൈവഹിതപ്രകാരമുള്ള പരീക്ഷയിലായിരുന്നു. സാത്താനെ ജയിച്ചിരിക്കണം. അല്ലാതെ സാത്താന്റെ കൈകളിൽ സാത്താൻ ഇങ്ങോട്ട് വന്ന് ചുമ്മാതെ വന്ന് പരീക്ഷിച്ചല്ല. ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവ് മരുഭൂമി കൂടെ പോയി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. സാത്താൻ പരീക്ഷിക്കാൻ ദൈവം അനുവദിച്ചു. അന്നേരം വചനത്താലും പ്രാർത്ഥനയാലും യേശു കർത്താവ് ജയിച്ചു. അവരോട് വിട്ടുപോകാൻ പറഞ്ഞു. അവന്റെ ഒരു പരീക്ഷയിലും വീണില്ല. വീണ് നമസ്കരിക്കാൻ പറഞ്ഞു, വീണ് നമസ്കരിച്ചോ? ഇനിയും എടുത്തിയാടാൻ പറഞ്ഞു, എടുത്തിയാടിയോ? കല്ല് അപ്പമായി തീരാൻ പറഞ്ഞു, അപ്പമായി തീർന്നോ? സാത്താന്റെ പരീക്ഷയിൽ കൂടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. സാത്താൻ ടെസ്റ്റുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ആ പേപ്പർ മേടിച്ച് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലരാണെങ്കിൽ എക്സാം എഴുതുന്ന സാത്താന് ഫുഡും കൊടുക്കും. എന്നാൽ ക്ഷീണിച്ച് വന്നതല്ലേ, എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് പോകാൻ പറയും. ചെയ്യരുത്. അവനെ കാസ്റ്റ് ഔട്ട്, അവനെ പുറത്താക്കുക, ശാസിക്കുക. സാത്താന്റെ ആശയങ്ങൾ തലയിൽ താലോലിച്ചുകൊണ്ട് നടക്കല്ലേ. അത് നിങ്ങളെ ഡാമേജ് ചെയ്യും. പക്ഷെ കേൾക്കാൻ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷെ ഡാമേജ് ചെയ്യും. അപ്പൊ സാത്താന്റെ പരീക്ഷയിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ പരീക്ഷ. ഈ മൂന്നാമത്തെ പരീക്ഷയെക്കുറിച്ചാണ് ബൈബിളിൽ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ, ആ യാക്കോബിന്റെ ലേഖനം ഒന്ന് വായിച്ചേ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം വായിച്ചോ. സിസ്റ്ററെ, അതിന്റെ 2-ാം വാക്യം തൊട്ട് വായിച്ചു. 2-ാം വാക്യം തൊട്ട് 1-2 തൊട്ട് വായിച്ചു. ആ ആ ആ ആ ആ ആ ആ ആ സിസ്റ്റർ, ഇനി അതിന്റെ 12-ാം വാക്യം വായിച്ചോട്ടെ. പരീക്ഷ. ആ ആ ആ
ആ ആ ആ വാക്യം വെച്ചോണ്ടാണ് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന. പക്ഷെ ആ വേർഡിന്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്ന താഴെയാണ്. ആ വേർഡിന്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്ന താഴെയാണ്. ഇനി വായിച്ചു. ഓരോരുത്തൻ ആ ആ ആ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, ഞാൻ പറയാൻ പോവാം. ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തോ ദുരുദ്ദേശം തോന്നി, എന്തോ പാപത്തെക്കുറിച്ച് തനിക്ക് മോഹം തോന്നി. അതിനകത്ത് പോയി മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അവനവൻ പോയി പാപത്തിൽ പോയി അകപ്പെട്ടിട്ട് അവിടെ കിടക്കുമ്പം പറയല്ലേ കർത്താവേ ഇതെന്നെ ദൈവം പരീക്ഷിക്കുന്നതാണ്. അല്ല, ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. അവൻ തനാരെയും പരീക്ഷിക്കുന്നതുമില്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, തനാരെയും പരീക്ഷിക്കുന്നുമില്ല. അവനവൻ മോഹത്താൽ വശീകരിക്കപ്പെട്ട് പാപത്തിൽ അകപ്പെടുക ചെയ്യുന്നത്. അന്നേരം അതിന് പറയുന്ന വേർഡ് ടെംപ്റ്റഡ് ബൈ ഓൺ. സ്വന്തമായിട്ട് പരീക്ഷയിൽ പോയി അകപ്പെടുക. സ്വന്തമായിട്ട് പരീക്ഷയിൽ പോയി അകപ്പെടുക. ഇത് അകപ്പെട്ടിട്ട് പറയും കർത്താവ് എന്നെ പരീക്ഷിക്കുക. അല്ല കുഞ്ഞെ, കർത്താവ് പരീക്ഷിച്ചതല്ല, നീ സ്വന്തമായിട്ട് അകപ്പെട്ടതാ. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തമായിട്ട് പോയി അകപ്പെട്ട് കഴിയുമ്പോൾ നീ പരീക്ഷയിൽ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് പറയല്ലെന്ന് അവിടെ വേർഡിന്റെ അർത്ഥം. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല, തനാരെയും പരീക്ഷിക്കപ്പെടുന്നില്ല, തനാരെയും പരീക്ഷിക്കുന്നതുമില്ല. അതാ വേർഡിന്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പോയി പരീക്ഷകളിൽ പോയി അകപ്പെടരുത്. എങ്ങനെ അകപ്പെടുന്നത്? നമുക്ക് തോന്നി എന്തോ ഒരു കാര്യം, ഞാൻ എന്തോ ഉദാഹരണം പറയുന്നത്, ഒരു കാര്യം കിട്ടി, മേടിക്കണമെന്ന് തോന്നി, നമ്മുടെ ഉള്ളിൽ വന്ന ആഗ്രഹമാണ്, അത് മേടിച്ചു. നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലത് സാധിക്കാൻ പറ്റും. അത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതും കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, ഇത് തലവേദനയാണ്, ഇതും കൊണ്ട് ബുദ്ധിമുട്ടായി, പ്രശ്നമായി. അന്നേരം വരെ കർത്താവ് എന്നെ പരീക്ഷിക്കുകയായിരുന്നു. അല്ല കുഞ്ഞെ, നിന്നെ പരീക്ഷിച്ചതല്ല. നീ മോഹത്താൽ ഗർഭം ധരിച്ച് നീ പാപത്തെ പെറുന്നതാ, നീ വശീകരിക്കപ്പെട്ടതാ, നീ അകപ്പെട്ടതാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം കൂടെ പറയട്ടെ. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. ഒരിക്കലെന്നും ഒരാൾ പാട്ട് പാടി സാക്ഷി പറയായിരുന്നു ചർച്ചിൽ. കേട്ടിട്ടുണ്ടോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകൾ എന്ന് തീരുമോ. എന്നും പുള്ളി എഴുന്നേറ്റ് സാക്ഷി പറയും. പുള്ളിയുടെ കയ്യിലിരിപ്പ് നല്ലതുമല്ല. എന്നും പാട്ട് പാടും, കണ്ണുനീരെന്നു മാറുമോ, വേദനകൾ എന്ന് തീരുമോ. അടുത്ത ആഴ്ചയിലും പുള്ളി ഈ പാട്ടേ ഉള്ളൂ പുള്ളിക്ക് സാക്ഷി പറയുമ്പം പാടാനുള്ളത്. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. അടുത്ത ആഴ്ചയിൽ കണ്ണുനീരെന്നു മാറുമോ, എല്ലാ ആഴ്ചയിലും ഈ പാട്ട്. ഒരു ദിവസം ഒരമ്മച്ചി സ്ഥിരം കേട്ടോണ്ടിരിക്കുക. ഒരു ദിവസം ഈ കണ്ണുനീരെന്നു മാറുമോ എന്ന് പാട്ട് പാടിയ കൊണ്ട് ഇരുന്ന ഉടനെ ഈ അമ്മച്ചി പറഞ്ഞടാ, നിന്റെ കയ്യിലിരിപ്പ് മാറുമ്പോൾ നിന്റെ കണ്ണുനീര് മാറുമെന്നോ, നിന്റെ കയ്യിലിരിപ്പ് മാറുമ്പം നിന്റെ കണ്ണുനീര് മാറുമെന്ന്. നമ്മൾ പരീക്ഷയിൽ അകപ്പെടുന്നത് പലപ്പോഴും നമ്മൾ തന്നെ പോയി അകപ്പെടുന്നതാണ്. ഇവിടെ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് അറിയാം, കർത്താവ് എന്നെ ഇയ്യോബിനെ പരീക്ഷിക്കുന്ന പോലെ എന്നെ പരീക്ഷിക്കുക. ഇയ്യോബ് ആരായിരുന്നു? നമ്മളാരാ? പൗലോസിന്റെ ദൂതനെ സ്വാത്താന്റെ ദൂതനെ പൗലോസിനെ കുത്താൻ വിട്ടതുപോലെ എന്നെ കുത്തുക, എന്നെ കുത്താൻ വിട്ടേക്ക അല്ലേ? പൗലോസ് വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ഒരു വെളിപ്പാട് പോലും ഇല്ലാതെ വെളിവുകേട് മാത്രം പറയുന്ന ഇവരെ കുത്താൻ സാത്താന്റെ ദൂതനെ എന്തിനാ അല്ലേ? ഇവിടെ വെച്ച ചിലർ പറയുന്നേ ദൈവം എന്നെ പരീക്ഷിക്കുക കേട്ടോ, അല്ലാതെ കയ്യിലിരിപ്പ് കൊണ്ട് പറ്റിയതല്ല, തന്നെത്താൻ അകപ്പെട്ടതല്ല, ഞാൻ പോയി അബദ്ധത്തിൽ ചാടിയതല്ല. ഇനി ഇവിടെ വീണ് കഴിഞ്ഞാൽ എന്തോ രക്ഷയുണ്ടെന്നറിയാമോ? ഉണ്ട്. പ്രാർത്ഥനയിൽ അത് കൺഫസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്താൽ ദൈവം റിസ്റ്റോർ ചെയ്യും. സ്വന്തമായിട്ട് അകപ്പെട്ട പരീക്ഷയുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ, പ്രാർത്ഥനയിൽ മടങ്ങി വന്ന് കൺഫസ് ചെയ്താൽ, ഒരു ഡിസിഷൻ എടുത്താൽ ദൈവം അനുഗ്രഹിക്കും, ദൈവം റിസ്റ്റോർ ചെയ്യും.
അപ്പം 3 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. ക്ലിയർ ആയോ? നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏത് പരീക്ഷയിലാണ് ഉള്ളതെന്ന്. ഇനി ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഈ സ്പിരിച്വലി വരുന്നതിനെ സ്പിരിച്വലി അഡ്രസ്സ് ചെയ്യണം. ഫിസിക്കലി വരുന്നതിനെ ഫിസിക്കലി നമ്മൾ അതിനെ മനസ്സിലാക്കണം, അതിനെ റെസിസ്റ്റ് ചെയ്യണം. സൈക്കോളജിക്കലി വരുന്നെങ്കിൽ സൈക്കോളജിക്കലി അതിനെ റെസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ വേണ്ടിയ കാര്യങ്ങളെ ചെയ്യണം. മെഡിക്കലിയാണ് വരുന്നതെങ്കിൽ അതിനെ മെഡിക്കലി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്പിരിച്വലി വരുന്നതിനെ നമ്മൾ എന്തോ പറയും, ഫിസിക്കലി ടാക്കിൾ ചെയ്യാൻ നോക്കും. മെഡിക്കലി വരുന്നതിനെ സ്പിരിച്വലി അടുത്ത വേറെ രീതിയിൽ നോക്കും. ഇതൊന്നും പറ്റത്തില്ല. എൻ്റെ ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഇപ്പോൾ ശാരീരികമായിട്ട് അല്പക്ഷീണമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഞാനിന്ന് പ്രാർത്ഥിച്ചാൽ കൊളസ്ട്രോൾ മാറുമോ അതോ ഞാൻ ആഹാരം ശ്രദ്ധിച്ചാൽ മതിയോ? സിമ്പിൾ, ആഹാരം ശ്രദ്ധിച്ചാൽ മതി. ഷുഗറുള്ള ആൾക്കാർ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ, ബ്രദറെ എനിക്ക് ചായ വേണ്ട. ഇല്ല ബ്രദറെ, ഷുഗറോ ഷുഗർ കുടിക്കുന്നത് നമ്മൾ ദൈവമക്കളല്ലേ, ഒന്നും പറ്റത്തില്ല. ഞാനതുകൊണ്ട് ലഡു മാത്രമേ കഴിക്കാറുള്ളൂ. ഈ പുള്ളിക്ക് ഷുഗർ കൂടുതലാണ്. അദ്ദേഹം പരിജ്ഞാനക്കേട് കാണിക്കുന്നത് അത് ദൈവത്തിൻ്റെ സ്പിരിച്വലി. പിന്നെ പ്രാർത്ഥിച്ചാലോ ഏത് ദൈവദാസം കൈവച്ചാൽ പോലും മാറത്തില്ല. നമ്മൾ സൂക്ഷിക്കേണ്ടതിനെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അപ്പം സ്പിരിച്വലി വരുന്നതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? സ്പിരിച്വലി. ഫിസിക്കലി വരുന്നതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? അതിനെ ഫിസിക്കലി അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഞാൻ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിച്ച്. ഫിസിക്കലി വരുന്ന കാര്യങ്ങളെ ഫിസിക്കലി നിങ്ങൾ അതിനെ എന്തുവാ അതിനെ സംബോധന ചെയ്യണം. സൈക്കോളജിക്കലി വരുന്നതിനെ സൈക്കോളജിക്കലി, മെഡിക്കലി വരുന്നതിന് നമുക്ക് ദൈവം പരിജ്ഞാനം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വചനം പഠിക്കുമ്പോൾ ദൈവം പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. എല്ലാത്തിനും പ്രാർത്ഥന 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 അതല്ല. ബ്രദറെ, ഞാൻ വണ്ടി 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോയാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ എഴുതി വെച്ചേക്കുന്നത് എത്ര? 40. 40 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് റോഡിൽ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോയത്? 100. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്. നമ്മൾ ദൈവമക്കളെ ഒന്നും പറ്റത്തില്ല. നിങ്ങൾ പറയുന്ന ആൻസർ എന്തുവാണ്? ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞ മറുപടിയുണ്ട്, നീ പോയി എവിടെയെങ്കിലും പോയി വണ്ടി കൊണ്ടിടിക്കും, എനിക്ക് ദൂതൻ കാവലുണ്ടെന്നൊന്നും നിനക്ക് പറയാൻ പറ്റത്തില്ല. ദൂതൻ മീറ്റർ ഇത് നോക്കിയേ വരത്തുള്ളത്, ബോർഡ് നോക്കിയേ വരത്തുള്ളൂ. ദൂതൻ എന്തുവാ ലീഗലിയാ. 40 വെച്ചെടുത്ത് ദൂതൻ 80 വരത്തില്ല. നീ മുന്നേ പോ, ദൂതന്റെ കവറിങ്ങിന്റെ വെളിയിൽ പോ. നമുക്ക് ദൈവം തന്നേക്കുന്ന പരിജ്ഞാനത്തിനകത്ത് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ഏത് ടെസ്റ്റാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ പഠിക്കുമ്പം എല്ലാം എൻ്റെ നേരെ അറ്റാക്കാണ് വരുന്നതെന്ന് ചിന്തിക്കൽ. ഞാൻ തുറന്നു കൊടുത്തതാണോ? എൻ്റെ പിതാക്കന്മാർ വഴി തുറന്നിക്കപ്പെട്ടതാണോ? അതോ എൻ്റെ കൂടെയുള്ള ഏതെങ്കിലും രീതികളിൽ അതോറിറ്റിയോ ആൾക്കാരോ തുറന്നതാണോ? എങ്ങനെ ഇത് തുറന്ന്? ഇതിൻ്റെ റൂട്ട് എന്തുവാ? ഇത് മനസ്സിലാക്കി അടച്ചില്ലെങ്കിൽ അത് തുറന്നു തന്നെ കിടക്കും. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? നാളെയും അല്ലെങ്കിൽ അടുത്ത സമയമാകുമ്പോഴേ അവൻ ഈ വഴി കൂടെ വരും. ദൈവ മക്കളുടെ 4 ഭാഗങ്ങളും നിങ്ങളുടെ എല്ലാ ഏരിയകളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ആണോ? പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഒരു ഭാഗം തുറന്നിട്ടേക്കുക, ബാക്കി എല്ലാ ഭാഗവും കവറിങ് അല്ല. നിങ്ങളുടെ എല്ലാ ഏരിയകളും പ്രൊട്ടക്റ്റഡ് ആകണം. ഈ വചനം നിങ്ങൾ പഠിക്കുക, ചിന്തിക്കുക. നിങ്ങളുടെ അനുഗ്രഹത്തിനുള്ളതാ. ഇതൊരു പ്രസംഗമല്ല. പ്രസംഗമായിട്ട് എടുക്കേണ്ടവരെടുത്തോ. പക്ഷെ വചനം നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം കൊണ്ടുവരും. ഇവിടെ നമുക്ക് മാറാം. അപ്പൊ ഇത് മനസ്സിലായോ? 3 പരീക്ഷകളുണ്ട്. ദൈവത്തിൻ്റെ പരീക്ഷയുണ്ട്, സാത്താൻ്റെ പരീക്ഷയുണ്ട്, മനുഷ്യൻ പോയി അകപ്പെടുന്ന പരീക്ഷയുണ്ട്. ഏത് ഈ പരീക്ഷയിൽ കൂടെ നമ്മൾ പോയേ പറ്റൂ. അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്, ഉയർച്ചയ്ക്കാണ്. ഈ പരീക്ഷയിൽ കൂടെ നിങ്ങൾ പോകണമെന്നില്ല. ഇതിനകത്തൂടെ നമ്മൾ പരിജ്ഞാനത്തിൽ ജീവിച്ചാൽ ഒത്തിരി പരീക്ഷകളിൽ നമ്മൾ പോകാതെ നമ്മൾ മാറി എസ്കേപ്പ് ആകും. ചിലതിനകത്ത് പോയി ചെന്ന് പെട്ടു. അവിടുന്ന് കൺഫസ്, പ്രയർ, കൺഫസ് ആൻഡ് ടേക്ക് ഡിസിഷൻ, മടങ്ങി വരാൻ പറ്റും. ദൈവം വീണ്ടും നിങ്ങളെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരും. പക്ഷെ കുറച്ച് സമയം പോയെന്നുള്ളതേ ഉള്ളൂ. റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്?
റൈറ്റ്. നമുക്കിനി നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വാതിൽ തുറക്കുന്നത് കേട്ടോ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വാതിൽ തുറക്കുന്നത് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവവചനം പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ, ഇയ്യോബിന്റെ ജീവിതത്തിൽ വാതിൽ തുറന്നു, ദൈവം അനുവദിച്ചു, അല്ലെ വേലി തുറന്നു കൊടുത്തു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇയ്യോബിന്റെ ലൈഫിൽ തുറന്നു കൊടുത്തതുപോലെയാണോ നമ്മുടെ ജീവിതത്തിൽ തുറക്കപ്പെട്ടത്, അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീടിനകത്തൊരു പ്രശ്നം വന്നു, ഇതെന്തും കൊണ്ട് വന്നു എന്ന് ദൈവത്തോട് ചോദിക്കണം. ദൈവത്തോട് ചോദിക്കണം. അതിൻ്റെ റൂട്ടിനെ വേരുൾപ്പെടെ പിടിതു കളഞ്ഞില്ലെങ്കിൽ നാളുകളിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ തലമുറകളിലോ നിങ്ങളുടെ മക്കളുടെ തലമുറകളിലോ ഇത് വീണ്ടും കളിക്കും. അത് കളിക്കാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ നിങ്ങളുടെ നേരെ വരുന്ന ചലഞ്ചിനെ അതൊരു നന്മയായി ഏറ്റെടുക്കണം. താങ്ക് യു, നീ വന്നതിന് നന്ദി. ഞാൻ കോവൂരപ്പച്ചൻ്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? നിങ്ങൾക്ക് വേണ്ടി നല്ല ഓർമ്മയാണ്ട് സ്തോത്രം. കോവൂരപ്പച്ചൻ്റെ സ്റ്റോറി. മേരി കോവൂരമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചിയെ കേട്ടിട്ടുണ്ടോ? മേരി കോവൂരമ്മച്ചിയുടെ ഹസ്ബൻഡാണ് കോവൂരപ്പച്ചൻ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആ പിതാവ്. ആ പിതാവ് ഒരിക്കലൊരു 7 ഭ്രാന്തന്മാരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. കേട്ടിട്ടുണ്ടോ ഇത്? ഇല്ല. 7 ഭ്രാന്തുള്ള ആ വീട്ടിലെ 7 മക്കളുണ്ട്, 7 പേർക്കും ഭ്രാന്ത. അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ ചെന്ന സമയത്ത് ഇവരെ കെട്ടിയിട്ടേക്കുക. കുറേ പേരെ കെട്ടിയിട്ടേക്കുന്നു, കുറേ പേരെ ചെങ്ങലക്കിട്ടേക്കുന്നു, അവരെ ഇങ്ങനെ നിർത്തിയേക്കുക. ഇതിൽ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അലറിക്കൊണ്ട് പറയുക, അങ്ങനെ പേര് ഞാൻ അങ്ങനെ അങ്ങ് പറയുക, കോവൂരപ്പച്ചനെ വിളിച്ച് ആ പേര് അങ്ങനെ അങ്ങ് പറയുക, എടാ നസ്രാണി, ക്രിസ്ത്യാനികളെ വിളിക്കുന്ന ഒരു പേരാ, നസ്രാണി, നീ ഇവിടോട്ട് വന്നിട്ട് ഇതുകൊണ്ട് അവിടെ ഉണ്ടല്ലോ, ആ സ്ഥലം കണ്ടോ, അവിടെ നീ ചവിട്ടിയാൽ നീ തെക്ക് വടക്ക് വീഴും. നീ അവിടെ ചവിട്ടിയാൽ തെക്ക് വടക്ക് വീഴും. ഞങ്ങളെ 7 പേരെ കെട്ടിയിട്ടേക്കുന്നത് അവിടെ കുഴിച്ചിട്ടേക്കുന്നത്. നമ്മളന്ന് എന്തോ എടുത്തേനെ? നമ്മളന്നേ പറഞ്ഞേനെ, ഞാൻ 21 ദിവസം ഉപസിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേനെ. അവിടെ ഭയങ്കര പോരാട്ടമാണ്, അവിടെ ഭയങ്കര ബുദ്ധിമുട്ട്, ആ സ്ഥലത്തോട്ട് പോകത്തില്ല. പക്ഷെ ഈ അപ്പച്ചൻ ചെയ്തേക്കണോ? ഈ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ 21-40 ഉപവസിച്ചൊക്കെയാ ഇതെവിടെയാന്ന് കണ്ടുപിടിക്കുന്നത്. നീ പറഞ്ഞു തന്നതിന് നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇന്നൊരു ചവിട്ടും കൊടുത്തു. 7 എണ്ണം സൗഖ്യമായി. 7. ഇവിടെ ഞങ്ങളൊക്കെ വെളിപ്പാടൊക്കെ പ്രാപിച്ചൊക്കെ വരുമ്പോഴത്തേന് ഈ 40-21 ഉപവാസമൊക്കെ എടുത്തോണ്ടാ ചോദിച്ചിട്ടാ ദൈവത്തോട് നീ പറഞ്ഞു തന്നതിന്, നീ നേരത്തെ കാണിച്ചു തന്നതിന് വളരെ ഉപകാരം കാണിച്ചു തന്നു. അങ്ങോട്ട് ഇന്ന് അപ്പച്ചന് ഒരൊറ്റ ചവിട്ട് കൊടുത്തു യേശു കർത്താവിൻ്റെ നാമത്തിൽ. 7 ഭ്രാന്തന്മാർ സൗഖ്യമായി. 7 ഭ്രാന്തന്മാർ. അപ്പം നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് വാതിലുകൾ തുറക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാതിലുകൾ തുറക്കുന്നത് തിരിച്ചറിഞ്ഞിരിക്കണം. റൂട്ടുകൾ മാറ്റിയെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ കേട്ടോ. റൂട്ടുകൾ മാറ്റണം. നമ്മൾ തുറന്ന് പഠിക്കാൻ പോവുക എങ്ങനെയാണ്, ഇന്നല്ല, എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വാതിലുകൾ തുറക്കുന്നത് കേട്ടോ എന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് കാണാൻ പോകും ഇസ്രായേൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഏതൊക്കെ രീതിയിലുണ്ടെന്നുള്ളതിൻ്റെ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്ഷൻ പോയേ, എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്ഷൻ വീണ്ടും വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കുക ദേശത്തിൻ്റെ മേലെ കാവൽ. ഇത് ഇങ്ങനെ കിടക്കുക. ഇസ്രായേലിൻ്റെ ചരിത്രങ്ങളാണ് കണ്ടോ. ഇസ്രായേൽ മക്കളുടെ ചരിത്രങ്ങൾ കിടക്കുക. ഓരോന്ന് എനിക്കൊന്ന് ഓരോ ആഴ്ച പറയേണ്ട ഈ സാധനം, അല്ലെങ്കിൽ 2 എണ്ണം വീതം ഒരാഴ്ച ഞാൻ പറയാം. കാരണം വചനം നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹമുള്ളൂ. പ്രസംഗം കേട്ടിട്ട് പോയി, സൺഡേ ഒരു ബഹളം കഴിഞ്ഞു പോയി, എന്തോ പഠിച്ചു. 5 വർഷം കഴിയുമ്പോഴും 10 വർഷം കഴിയുമ്പോഴും ഒന്നും അറിയത്തില്ല. പിന്നെ പോരാട്ടം നോക്കുമ്പോൾ പേടിയാ. പോരാട്ടം എന്ന് പറഞ്ഞാൽ പേടിയാ. എതുവഴിയെങ്കിലും പിശാച് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അന്ന് ഉറക്കമില്ല. പക്ഷെ നീ മനസ്സിലാക്കുക, നിന്നെ അതിൻ്റെ എല്ലാറ്റിൻ്റെ മീതെ ദൈവം ഇരുത്തിയേക്കുക. നിന്റെ മീതെ വ്യാപരിക്കുന്ന അതോറിറ്റി സാധാരണ അതോറിറ്റി അല്ല. വചനം നിങ്ങൾ പഠിക്കണം, ഗ്രഹിക്കണം. പക്ഷെ വചനം പഠിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല, നിങ്ങളൊരു എഫേർട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു കുഞ്ഞിനെയും സ്കൂളിൽ വിടുന്നത് ആർക്കും ഇഷ്ടമല്ല. ആർക്കെങ്കിലും ഇഷ്ടമാണോ? രാവിലെ എഴുന്നേക്കണം, സ്കൂളിൽ പോകണം. സ്കൂളിൽ ചെല്ലുമ്പം ടീച്ചർമാരെല്ലാം കൂടെ പലതും. ഒരിക്കലും ഒരു കുഞ്ഞ് തമാശന് പറഞ്ഞ
ഞാൻ ഒരു കൊച്ചു കുഞ്ഞു പറയാ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്താ പോകാതെ? ടീച്ചർമാർ എന്നെ ഇട്ടങ്ങ് കഷ്ടപ്പെടുത്തുകയാണ്. ചോദിച്ചു, അമ്മ ചോദിച്ചു എന്തുവാ നിന്നെ കഷ്ടപ്പെടുത്തുന്നതെന്തോ? അങ്ങോട്ട് ചെല്ലുമ്പോൾ ടീച്ചർ പറയും നേരെ ഇരിക്കുക, വർത്തമാനം പറയല്ലേ, ബുക്ക് എടുക്ക്. അതിങ്ങോട്ട് കഴിഞ്ഞു വേറൊരു ടീച്ചർ എന്ന് പറയും അടുത്ത ബുക്ക് എടുക്ക്. എനിക്കൊന്നും ഇത് പറ്റത്തില്ല, ഈ ബാഗ് ചുമ്മിക്കൊണ്ട് പോകാൻ. അത് കഴിയുമ്പോൾ അടുത്ത ടീച്ചർ വരും, എനിക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല, കളിക്ക്. എന്നെ കഷ്ടപ്പെടുത്തുക ടീച്ചർമാരിട്ടെന്ന്. എങ്ങനെയുണ്ട്? ഈ കൊച്ചു വല്ലതും പഠിക്കുമോ? പഠിക്കണമെങ്കിൽ, ദൈവവചനം പഠിക്കണമെങ്കിൽ, ഞാൻ അതിനാ നിങ്ങളോട് വീണ്ടും പറയുന്നത്, നിങ്ങൾ ബുക്കും പേനയും കൊണ്ടുവരണം, എഴുതിയെടുക്കണം. എല്ലാവരും എഴുതിയെടുക്കണം. നിങ്ങളിത് വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യണം. എന്ത് പറ്റുന്നറിയോ? 1ാം ക്ലാസ്സിൽ ചേർന്നു, 2ാം ക്ലാസ്, ഇങ്ങനെ നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ? ഞാൻ ഇന്നീ പറയുന്നത് ഒരു ദിവസം കൊണ്ട് പഠിച്ചതല്ല. ഒരു ദിവസം സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങിയിട്ട് 2010 തൊട്ട് എന്നോട് ദൈവം സംസാരിക്കാൻ തുടങ്ങിയതാണ്. 2010 തൊട്ട് കേട്ടോ. ഇതിൻ്റെ നന്മ എന്തോന്ന് എനിക്കറിയാം ആൻറ്റി. ഞാൻ എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? കേരളത്തിൽ നമ്മുടെ വീടിൻ്റെ നേരെ മന്ത്രവാദം ചെയ്ത് അതെടുത്തു കളയാൻ വേണ്ടി ഞാൻ പോകും, അല്ലെങ്കിൽ അവിടെ പോകും. പ്രാർത്ഥിക്കാനുള്ള ദൈവദാസന്മാരെയും കൊണ്ടുപോകും. 1 ആഴ്ച, 2 ആഴ്ച, 3 മാസം ഇങ്ങനെ പോയി. ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്കെന്നും ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. ഇതെങ്ങനെ എത്ര നാൾ പോവും? ഈ ആയുസ് മൊത്തം ഇങ്ങനെയാണോ? 3 മാസം കൂടിയും അങ്ങോട്ട് പോവാ, അടുത്ത 3 മാസം കൂടി കർത്താവെ പ്രാർത്ഥിക്കാൻ പോകും, ഞങ്ങളെ വിടുവിക്കണേ. ഇവിടെ അസുഖം വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, കർത്താവേ ആ ലാൻഡിലുള്ള ഒന്നും ഓർക്കല്ലേ, പാരമ്പര്യ പ്രശ്നമേ ഓർക്കല്ലേ. പ്രാർത്ഥിക്കാൻ പോവാ, ആൾക്കാരെയും കൊണ്ടുപോകും, ദൈവദാസന്മാരെയും കൊണ്ടുപോകും. ഒരു ദിവസം ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ കാവലിന് ചുറ്റും നീ മറഞ്ഞാൽ, എൻ്റെ കാവൽ ഇതിൻ്റെ മീതെ ഇറങ്ങി വന്നാൽ ഒരനർത്ഥവും നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല, നിന്റെ വസ്തുവകളോട് അടുക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഈ വസ്തുവകകൾ ഇതെല്ലാം ദൈവത്താൽ പ്രൊട്ടക്റ്റഡ് ആകട്ടെ, കാവലാകട്ടെ. ഇന്നുവരെ പിന്നീട് ഞാൻ പോയിട്ടില്ല. 10 വർഷത്തിൽ കൂടുതലായി, മിനിമം 10 വർഷത്തിൽ കൂടുതലായി. നിങ്ങൾ കാവൽ, വചനത്തിൻ്റെ ബ്ലെസ്സിങ് എന്തുവെന്ന് എനിക്കറിയാം. വചനത്തിൻ്റെ ബ്ലെസ്സിങ്. അല്ലെങ്കിൽ എന്നും ചോർച്ചയാണ്, പണം പൊയ്ക്കൊണ്ടിരിക്കുക, സമയം പൊയ്ക്കൊണ്ടിരിക്കുക, ആരോഗ്യം പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു രീതിയിൽ ഉയരാൻ പറ്റത്തില്ല. എല്ലാം ലോവർ ഗ്രേഡ് ചിന്താഗതിയാണ്, ലോ ഗ്രേഡ് ചിന്താഗതിയാണ്. എന്താ പറഞ്ഞാൽ ലോ ഗ്രേഡാണ്. കാരണം മനസ്സിനെ ഉൾപ്പെടെ കെട്ടിക്കളഞ്ഞു. അതിനപ്പുറം ചിന്തിക്കാൻ അറിയത്തില്ല. നല്ല കാര്യങ്ങളെ കണ്ടാൽ ചിന്തിക്കാൻ അറിയത്തില്ല, കാണത്തില്ല. അത് കണ്ണിൻ്റെ മുമ്പിൽ ഇത്രയും വലിയ സാധനം ഇരുന്നാലും കാണത്തില്ല. എന്താ? മനസ്സിനകത്തും സൈക്കോളജിക്കൽ ഇമോഷണൽ ഏരിയയിൽ കെട്ടപ്പെട്ടു. എന്ന് ലോ ഗ്രേഡാണ്. പിന്നെ സർവൈവ് ചെയ്ത് പോകുന്നു. അങ്ങനല്ല, സർവൈവ് ചെയ്ത് പോകാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നിന്നെ ദൈവത്തിൻ്റെ അബണ്ടന്റ് ലൈഫിലേക്ക് ഉയർത്താനാണ് കേട്ടോ. ദൈവത്തിൻ്റെ ജീവൻ എത്രയുണ്ട്? ദൈവത്തിൻ്റെ അനുഗ്രഹം എത്രയുണ്ട്? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ വീടിനെ നിറയ്ക്കാനാണ്. പക്ഷെ നീ അനുഗ്രഹം കിട്ടുമ്പോൾ ദൈവത്തിനെ മറന്നു പോകല്ലേ. നിനക്ക് അനുഗ്രഹം തരുന്നത് ആരാ പറഞ്ഞ് അയ്യാ തുടങ്ങി? ബൈബിൾ പഠിച്ചാൽ കാണാം. നിന്റെ വീടിനും എനിക്ക് നന്മ തരുന്നത് എനിക്കും എൻ്റെ കൊച്ചുങ്ങൾക്കും വൈഫിനും വേണ്ടി മാത്രമല്ല. അതറിയാമോ? ഞാൻ എപ്പോഴെങ്കിലും ക്ലാസ് എടുക്കാം, എബ്രായരുടെ കൾച്ചറിൽ കൂടെ ക്ലാസ് എടുക്കാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അതാ, നിന്നാൽ ഭൂമിയിലെ ആൻറ്റി കാശെല്ലാം കിട്ടുന്നത് എനിക്ക് വേണ്ടിയിട്ടാ, നന്മയെല്ലാം കിട്ടുന്നത് എനിക്ക് വേണ്ടിയിട്ടാ അല്ല. നിന്നാൽ, നിനക്ക് നന്മ തരുന്നത് നിന്നാൽ ഭൂമിയിലെ നീ മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കണോ. കാരണം കൊടുക്കുന്നവൻ്റെ കയ്യിലെ ദൈവം വീണ്ടും കൊടുക്കത്തുള്ളൂ. പിടിച്ചു വെക്കുന്നവൻ്റെ കയ്യിലെ വറ്റി പോത്തേ ഉള്ളൂ. നിങ്ങൾ കൊടുത്തു ചെലവാക്കി നോക്കി. നിങ്ങളുടെ ആരോഗ്യം ചെലവാക്കി നോക്ക്, നിങ്ങളുടെ പണം ചെലവാക്കി നോക്കി. ദൈവത്തിന് വേണ്ടി ചുമ്മാ ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് വിതയ്ക്കല്ലേ. കള്ളന് കൊടുത്താൽ കള്ളൻ്റെ പ്രതിഫലം കിട്ടും. കാരണം ബൈബിൾ അങ്ങനെ പറയുന്നത്. പ്രവാചകനെന്ന് നനച്ച് പ്രവാചകന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടും. അപ്പോൾ കള്ളന് കൊടുത്താലോ കള്ളൻ്റെ പ്രതിഫലം കിട്ടും. കൊള്ളക്കാരന് കൊടുത്താലോ ആവശ്യമില്ലാത്തടത്ത് പോയി
വളരാത്ത മണ്ണിൽ പോയി വിതയ്ക്കല്. വളരുന്ന മണ്ണിലായിരിക്കണം യഥാർത്ഥ കൃഷിക്കാരൻ വിതയ്ക്കുന്നത്. എന്ന് വെച്ചാൽ വളരുന്നിടത്ത്, അഭിഷേകമുള്ളിടത്ത്, വചനമുള്ളിടത്ത്, ജീവനുള്ളിടത്ത് പോയി വിതയ്ക്കണം. വളരുന്ന മണ്ണിൽ, ഫെർട്ടൈൽ ലാൻഡിൽ വിതയ്ക്കണം. എങ്കിലേ ഫ്രൂട്ട്സ് കിട്ടത്തുള്ളൂ. വഴിയരികി കൊണ്ട് വിതച്ചാൽ ആരെങ്കിലും ഫലം തരുമോ? പാറപ്പുറത്ത് വിതച്ചാൽ ആരെങ്കിലും ഫലം തരുമോ? ഇല്ല. ഇപ്പം നിങ്ങളുടെ സമയം നിങ്ങൾ വിതയ്ക്കണം, ആരോഗ്യം നിങ്ങൾ ചെലവാക്കണം, പണം ചെലവാക്കണം, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഇത് കൊടുക്കുന്നവരും എന്തോ പറ്റും? ഞാൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവമക്കളെ അനുഗ്രഹിക്കുക. എടാ, അനുഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ കോണ്ടാക്ട് ഒത്തിരി പേര് കൊണ്ടുപോയി. ഉയരത്തിലെ ദൈവം കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുമ്പം മനുഷ്യൻ്റെ കോണ്ടാക്ട് കൊണ്ടുപോയാൽ എന്തോ എടുക്കും? എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ആരും പണം കൊണ്ടുപോയിട്ടില്ല, ദൈവത്തിൻ്റെ കൃപയാൽ. പക്ഷെ അവിടെ ഇവിടെയൊക്കെ നഷ്ടമായിട്ടുണ്ട്, കുറച്ച്. എല്ലാം വലുതായിട്ടൊന്നും പൈസ ഒന്നും ഒത്തിരി കൊണ്ടുപോയിട്ടില്ല. പക്ഷെ എൻ്റെ കോണ്ടാക്റ്റും നന്മകളും ഒക്കെ അല്ലാതെ ഒത്തിരി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ എന്ത് പറ്റി? ഞാൻ കൊടുക്കുന്തോറും ദൈവം എനിക്ക് പുതിയത് തന്നുകൊണ്ടിരിക്കുക. വീണ്ടും അനുഗ്രഹിക്കുക. കാരണം അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. അബ്രഹാമേ, നീ അനുഗ്രഹമാ കേട്ടോ. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടാനുള്ളവരാ. അപ്പം കാവലുണ്ടാകട്ടെ. കാവല് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കുള്ള സകലത്തിനു ചുറ്റും ദൈവം വേലി കെട്ടട്ടെ. നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റും കൂടെ ഞാൻ തരിക. ഒരു ഹോംവർക്ക് തരിക, ഓൺലൈനിലുള്ളവർക്കും തരിക. അതിൻ്റെ ആൻസർ നിങ്ങൾ അടുത്ത ആഴ്ച കണ്ടുപിടിച്ചുകൊണ്ട് പറയണം. ഒന്ന് എഴുതി വെച്ചോ, അടുത്ത ആഴ്ച കണ്ടുപിടിച്ചോണ്ട്. ഇസ്രയേലിനെ എല്ലാവരും കേട്ടോ, പ്രേം ബ്രദർ, കുടുംബം, എവ്രിവൺ, ഇസ്രയേലിനെ ദൈവം നടത്തിയത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലുമാണ്. കറക്റ്റ് അല്ലേ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും അവരെ നടത്തി. അത് വിട്ടുപോയതേ ഇല്ല. കറക്റ്റാണോ? വിട്ടുപോയതേ ഇല്ല. ഇവരെ കനാൻ ദേശത്ത് എത്തിക്കുന്നിടം വരെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും ഉണ്ടായിരുന്നോ? പറഞ്ഞോ? ഉണ്ടായിരുന്നു. അവരെത്തി, അവരക്കരെ കയറി. അതിനുശേഷം ഈ അഗ്നിത്തൂൺ ഇവിടെ പോയി. ഇത് ഹോംവർക്കാ, ഇന്ന് പറയണ്ട. ഇതിനു ശേഷം ഈ അഗ്നിത്തൂൺ എവിടെ പോയി? ചിന്തിച്ചു. ഇസ്രയേലിനെ നടത്തി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും വിട്ടുമാറാതെ കനാൻ ദേശത്തെത്തി. കനാൻ ദേശത്ത് അവർ ചെന്ന് സെറ്റിൽ ചെയ്തു. എല്ലാം വിഭജിച്ചു കൊടുത്തു. രൂബേൻ, ഇസഖാർ എല്ലാം വിഭാഗിച്ചു കൊടുത്തു. ഇതിനു ശേഷം ഈ പില്ലർ ഓഫ് ഫയർ, പില്ലർ ഓഫ് ക്ലൗഡ് എന്ത് ചെയ്യും? നമുക്ക് പ്രാർത്ഥിക്കാം. ഹോംവർക്ക് കേട്ടോ. ഇതിന് ശേഷം എവിടെ പോയി? നിങ്ങളത് കറക്റ്റ് ആൻസറാണ്, ഉചിതമായ ആൻസർ. ചിലപ്പോൾ പല ഡയമെൻഷൻ കാണും. ഉചിതമായ ആൻസറാ തരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വല്ല ഗിഫ്റ്റ്, ഒരു സ്മോൾ ഗിഫ്റ്റ് മേടിച്ചു. കറക്റ്റായിട്ട് ചിന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പ്രാർത്ഥിക്കാം. നമുക്കിന്ന് കർത്താവിൻ്റെ കാവലിനകത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബം പ്രൊട്ടക്റ്റഡ് ആകട്ടെ കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ജോലി ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. നിങ്ങളുടെ ആരോഗ്യം കാവലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ പണം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അധ്വാനിച്ച് കൊണ്ടുവച്ച പണം ഹോസ്പിറ്റലുകാരൻ കൊണ്ടുപോകണോ? ചില ദൈവമക്കൾ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചു, പോയി ഹോസ്പിറ്റലിൽ പോയി. പോകരുത്. നിന്റെ പണത്തിന് ചുറ്റും ദൈവത്തിൻ്റെ സുരക്ഷ ഉണ്ടാകട്ടെ. നിന്റെ ആരോഗ്യം കാവലുണ്ടാകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ കാവലുണ്ടാകട്ടെ. നിന്റെ വീടിന് ചുറ്റും കാവലുണ്ടാകട്ടെ. നിന്റെ നന്മയ്ക്ക് ചുറ്റും കാവലുണ്ടാകട്ടെ. നിന്റെ ബന്ധങ്ങൾക്ക് ചുറ്റും കാവലുണ്ടാകട്ടെ. ദൈവ മക്കൾക്ക് ദൈവം തന്ന സകലത്തിന് ചുറ്റും എന്തോ ഉണ്ടാകട്ടെ? പറഞ്ഞു, ഉറക്കെ പറ. കാവൽ, സുരക്ഷ. എങ്കിലേ വളരാൻ പറ്റത്തുള്ളൂ. ആണോ? ഒരു ഭയങ്കര ടാങ്കിനകത്ത് 1500-2000 ലിറ്റർ ഉണ്ടെന്ന് വെച്ചു. പക്ഷെ അതിൻ്റെ 500 ലിറ്ററിനടുക്ക് ഒരു കിടുത്ത ഉണ്ടെങ്കിൽ നിറയോ? ജീവിതത്തിൽ നിറയത്തില്ല.
നിങ്ങൾക്ക് എവിടെയെങ്കിലും ജീവിതത്തിൽ കാവൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നും താഴെ കിടക്കും. പക്ഷെ ഇല്ല, കാവൽ വന്നാൽ നിങ്ങൾ ഉയരും, സമൂഹത്തിൽ ഉയരും, ജീവിതത്തിൽ ഉയരും, ചിന്തകളിൽ ഉയരും. ആദ്യത്തെ ഉയർച്ച നടക്കുന്ന എവിടാന്നറിയോ? ഇവിടെ. പിന്നെ വെളി നടക്കുന്നത് ആദ്യം ഇവിടെ കെട്ടുപൊട്ടുന്നു. നിന്റെ തോട്ട് പാറ്റേൺ, ആറ്റിറ്റ്യൂഡും ചേഞ്ച് ആയോ, നിന്റെ ഔട്ട്വേർഡ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിപ്പോകും. പക്ഷെ ഇവിടെ ചേഞ്ച് ആയില്ലെങ്കിൽ വെളിയിൽ എന്തൊക്കെ കൊണ്ടുവന്നാലും പിന്നെ അത് നോർമൽ നിന്റെ ലെവലിലേക്ക് വരും. വെള്ളം ബരാബറാവും, ബരാബറാവും. നിന്റെ ചിന്ത മാറിയ നിന്റെ വീട് മാറും, നിന്റെ കുടുംബം മാറും, നിന്റെ വസ്ത്രധാരണം മാറും, നിന്റെ ജീവിതം മാറും, നിന്റെ സംസാര ശൈലി മാറും, നിന്റെ ബന്ധങ്ങൾ മാറും. എല്ലാം ഫിൽട്ടർ ആവും, പ്യൂർ ആവും. നീ തീരുമാനിക്കും, ദൈവഹിതമല്ലാത്ത ഒരു ബന്ധവും എനിക്ക് വേണ്ട, ദൈവഹിതമല്ലാത്ത ഒരു കോൺവെർസേഷനും എനിക്ക് വേണ്ട. എല്ലാം പ്യൂരിറ്റി ആവും. പക്ഷെ എന്താ പ്യൂരിറ്റി ആകാത്ത? ഇവിടുത്തെ പ്രശ്നം ആണോ? ദൈവം ഉയർത്തട്ടെ, കാവൽ തരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് കൊടുക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം.